ഉത്ഥിതനായ യേശുനാഥൻ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ഉത്ഥിതനായ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ സന്ദർശിക്കുന്നു. അന്ന് വൈകുന്നേരമായപ്പോൾ ആഴ്ചയിലെ ആദ്യ ദിവസം. ആ ദിവസം തീർച്ചയായും മറ്റേതൊരു ദിവസത്തിൽ നിന്നും വ്യത്യസ്തമാണ്. വെള്ളിയാഴ്ച യേശുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭയാനകമായ യാഥാർത്ഥ്യത്തിന് ശേഷം ഈ ഞായറാഴ്ച വിചിത്രവും അസ്വസ്ഥവുമായ ചില സംഭവങ്ങൾ സംഭവിക്കുന്നു. അതിരാവിലെ മഗ്ദലന മറിയം സങ്കടത്തോടെ വന്നു യേശുവിൻ്റെ ശരീരം കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കാണുന്നില്ല എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. പത്രോസും മറ്റൊരു ശിഷ്യനും കല്ലറയുടെ അടുത്തേക്ക് ഓടി അത് സത്യമാണെന്ന് സ്വയം മനസ്സിലാക്കി. യേശുവിൻ്റെ ശിരസിലും ശരീരത്തിലും ചുറ്റിയിരുന്ന തുണികൾ ഇരുവശവും കാണാതെ കിടക്കുന്നത് അവർ കണ്ടു. ആ ദിവസം അല്പം കഴിഞ്ഞ് മഗ്ദലന മറിയം ഒരിക്കൽ കൂടി ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. ഇത്തവണ ആവേശത്താൽ ശ്വാസം മുട്ടി ഞാൻ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. ആഴ്ചയുടെ ആദ്യ ദിവസം വൈകുന്നേരമായപ്പോൾ യഹൂദരെ ഭയന്ന് ശിഷ്യന്മാർ കണ്ടുമുട്ടിയ വീടിൻ്റെ വാതിലുകൾ പൂട്ടിയിരിക്കുകയായിരുന്നു. എന്നാൽ പൂട്ടിയ വാതില് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സമായിരുന്നില്ല തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ അടുത്തെത്താൻ. പൂട്ടിയ വാതിലുകളാൽ ഉത്ഥിതനെ തടഞ്ഞു വയ്ക്കുക സാധ്യമല്ല. കർത്താവ് ഇപ്രകാരമാണല്ലോ പറഞ്ഞത്. യോഹന്നാന്റെ 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ, ആടുകളുടെ വാതിലാണു ഞാൻ. ആ പൂട്ടിയ വാതിലിലൂടെ വന്ന് പേടിച്ചരണ്ട ആടുകളുടെ നടുവിൽ, തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ നടുവിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. അവൻ തൻ്റെ ശിഷ്യന്മാരെ അവരുടെ പരാജയങ്ങളുമായി നേരിടാനല്ല, മറിച്ച് അവർക്ക് സമാധാനം നൽകാനാണ് വരുന്നത്. സമാധാനം നിങ്ങളോടുകൂടെ എന്ന ക്രിസ്തുവിൻ്റെ അഭിവാദനത്തിൽ ശാലോം എന്ന എബ്രായ ആശംസയുടെ അർത്ഥമുണ്ട്. അത് ശാന്തതയേക്കാൾ കൂടുതൽ എന്നാൽ ആഴമേറിയതും സമഗ്രവുമായ ക്ഷേമത്തിൻ്റെ അർത്ഥം, ലോകത്തിന് നൽകാൻ കഴിയാത്ത തരത്തിലുള്ള സമാധാനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമതായി യേശുനാഥൻ സ്വയം തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്നു. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൈകളും പാർശ്വവും കാണിക്കുന്നു. അതിലൂടെ അവർക്ക് കാണാൻ കഴിയും അത് യഥാർത്ഥവും മാംസവും രക്തവുമുള്ള ക്രൂശിക്കപ്പെട്ട യേശുവാണ്. ഒരു പ്രേതമോ പ്രത്യക്ഷമോ അല്ല തങ്ങൾക്ക് മുമ്പിലുള്ളത്. കർത്താവിനെ കാണുമെന്ന് യേശു പറഞ്ഞതുപോലെ കർത്താവിനെ കാണുന്നതിൽ സന്തോഷിച്ചുകൊണ്ടാണ് ശിഷ്യന്മാർ പ്രതികരിക്കുന്നത്. യേശു വീണ്ടും സമാധാനത്തിൻ്റെ അനുഗ്രഹം പറഞ്ഞ് അവരോട് പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. രണ്ടു കാര്യങ്ങൾ ഇവിടെ സുവ്യക്തമാണ്. ഒന്ന്, ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്നു. രണ്ട്, ശിഷ്യന്മാരെ ക്രിസ്തു വെളിപാടിന് വേണ്ടി ലോകത്തിലേക്ക് അയക്കുന്നു. മൂന്നാം തലം, ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുക. ഈ യേശു ദൗത്യം തുടരാനാണ് ശിഷ്യന്മാരെ അയച്ചിരിക്കുന്നത്. ഈ കഠിനമായ ദൗത്യത്തിൽ അവർ സ്വയം അവശേഷിക്കുകയില്ല. എന്നേക്കും തങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്ന മറ്റൊരു പ്രഭാഷകനെ അയക്കുമെന്ന് യേശു വാഗ്ദാനം ചെയ്തിരുന്നു. ഇപ്പോൾ അവൻ ആ വാഗ്ദാനം നിറവേറ്റുന്നു. പുതിയ സൃഷ്ടിയുടെ ഒരു പ്രവൃത്തിയിൽ അവൻ തൻ്റെ ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിശ്വസിക്കുന്നു. ഈ വക്താവ് അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവ് അവരെ പഠിപ്പിക്കുകയും യേശു അവരോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരെ ഓർമ്മിപ്പിക്കുകയും എല്ലാ സത്യത്തിലേക്കും അവരെ നയിക്കുകയും ചെയ്യും. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിച്ചാൽ അവരോട് ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ നിങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ അവ നിലനിർത്തപ്പെടും. യോഹന്നാന്റെ സുവിശേഷത്തിലെ പാപം പ്രഥമമായി ഒരു ധാർമ്മിക വിഭാഗമല്ല, മറിച്ച് അത് അടിസ്ഥാനപരമായ അവിശ്വാസമാണ്.
യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ ദൈവത്തിൻ്റെ വെളിപാട് സ്വീകരിക്കുവാനുള്ള വിസമ്മതം. നാലാമതായി, തോമസിൻ്റെ നഷ്ടവും നേട്ടവും. ഉയർത്തെഴുന്നേറ്റ യേശുവുമായുള്ള ഈ ആദ്യ ഞായറാഴ്ച വൈകുന്നേരത്തെ കണ്ടുമുട്ടൽ തോമസിന് നഷ്ടമായി. തോമസിനെ സംശയിക്കുന്നു എന്ന മോശം നാമം അത് കാരണം ലഭിക്കുവാനിട വന്നു. മറ്റുള്ളവർക്ക് ഇതിനകം ലഭിച്ചതിൽ കൂടുതലൊന്നും അവൻ ആവശ്യപ്പെടുന്നില്ല. യേശുവിനെ കാണാനും മുറിവുകൾ സ്പർശിച്ച് ബോധ്യപ്പെടുവാനും അവൻ നിർബന്ധം കാണിക്കുന്നു. ഈ കഥയുടെ അത്ഭുതമെന്നത് തോമസിൻ്റെ ആവശ്യം കൃത്യമായും നിറവേറ്റപ്പെടുവാൻ ഒരാഴ്ചയ്ക്ക് ശേഷം യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ്. സുവിശേഷത്തിലെ ഏതൊരാൾക്കും ഏറ്റവും ഉയർന്ന ക്രിസ്തുശാസ്ത്രപരമായ ഏറ്റുപറച്ചിലോടെയാണ് തോമസ് പ്രതികരിക്കുന്നത്. അവൻ്റേത് കേവലം ഒരു ഉപദേശപരമായ കുറ്റസമ്മതമല്ല, വിശ്വാസത്തിൻ്റെയും ബന്ധത്തിൻ്റെയും പ്രസ്താവനയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. തോമസിനോടുള്ള യേശുവിൻ്റെ പ്രതികരണം ഒരു ശാസനയല്ല, മറിച്ച് യേശുവുമായുള്ള ഒരു മാംസവും രക്തവുമായുള്ള കൂടിക്കാഴ്ചയുടെ ആഴമാർന്ന ബന്ധവും സാക്ഷ്യവുമാണ്. തോമസിനു വേണ്ടി ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും കടന്നു വന്ന ക്രിസ്തു നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും നമുക്ക് വേണ്ടി കടന്നു വരുന്നുണ്ട്. എത്രത്തോളം എനിക്ക് വേണ്ടി കടന്നു വരുന്ന ക്രിസ്തുവിനെ ഞാൻ ശരീരത്തിലും രക്തത്തിലും കൂദാശയിലും യഥാർത്ഥത്തിൽ വിശ്വസിച്ച് സ്വന്തമാക്കുന്നുണ്ട്. പ്രിയരെ, ഉദ്ധിതനാഥനെ നമുക്ക് കൂദാശയിലൂടെ സ്വന്തമാക്കുവാൻ പരിശ്രമിക്കാം. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.